ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. പുരാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് നാരദ മഹർഷി. വീണ വായിച്ചു പാട്ടുപാടുന്നതിൽ നാരദ മഹർഷി ബഹുമിടുക്കനാണ്. പുരാണങ്ങളിലെ പല ദേവന്മാരെയും നാരദ മഹർഷി വീണ മീട്ടി പാട്ടുപാടി പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട വിഷ്ണുവിനരികിൽ നാരദൻ തൻ്റെ ഗാനത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറഞ്ഞ് വീമ്പിളക്കി. എന്നാൽ വളരെ അരോചകത്വവും മുറിവേൽപ്പിക്കുന്നതുമായ ഗാനമാണ് നാരദൻ പാടുന്നതെന്ന് വിഷ്ണുവിനറിയാമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നാരദൻ്റെ ഗാനമേളയ്ക്ക് ശേഷം വിഷ്ണുവും നാരദ മഹർഷിയും സായാഹ്ന സഞ്ചാരത്തിനിറങ്ങി. അവർ ഒരു കൊടും കാടിനരികിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ കാടിനുള്ളിൽ നിന്നും ഒരു കൂട്ടം സ്ത്രീകളുടെ കരച്ചിൽ കേട്ട് നാരദ മഹർഷിയും വിഷ്ണുവും കാട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. അവർ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. ശരീരഭാഗം മുറിഞ്ഞു മാറിയ നിലയിൽ ഒരു പറ്റം അതീവ സുന്ദരിമാരായ യുവതികൾ നിലത്ത് കിടന്ന് പിടഞ്ഞ് നിലവിളിച്ച് കരയുകയാണ്. വിഷ്ണു അന്വേഷിച്ചു, നിങ്ങൾക്കെന്താണ് പറ്റിയത്? നിങ്ങൾ ആരാണ്? നിങ്ങളെ ആരാണ് മുറിവേൽപ്പിച്ചത്? ഞങ്ങളോട് നിങ്ങൾ തുറന്നു പറയണം. അപ്പോൾ ആ സുന്ദരിമാർ ഏക സ്വരത്തിൽ പറഞ്ഞു, വിവിധ രാഗങ്ങളുടെ അതിദേവതമാരാണ് ഞങ്ങളെ രാഗിണികൾ എന്നാണ് വിളിക്കുന്നത്. വിഷ്ണു ഭക്തനായ നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ സ്വന്തം രാഗത്തിൽ പാടിയതിനാൽ ഞങ്ങൾക്ക് വന്നു ഭവിച്ച മുറിവുകളാണ് ഞങ്ങളുടെ ശരീരത്ത് കാണുന്നത്. നാരദനും വിഷ്ണുവും കാര്യങ്ങൾ മനസ്സിലാക്കി. അവർ സ്വയം വെളിപ്പെടുത്താതെ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. നാരദ മഹർഷി തൻ്റെ ശക്തിയിലും കഴിവിലും സ്വയം ആശ്രയിച്ചുകൊണ്ട് തന്നിലെ കഴിവുകളെ സ്വയം പ്രകീർത്തിച്ചുകൊണ്ട് സദാ സഞ്ചരിക്കുന്നതിനാൽ വന്നു ഭവിച്ച വികൽപ്പതകൾ ആഴത്തിൽ രാഗിണികളെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. അതുപോലെ ഓരോ മനുഷ്യരും തങ്ങൾക്കുള്ള കഴിവുകളിൽ സ്വയം പ്രശംസിച്ചാൽ അഥവാ സ്വയത്തിൽ ആശ്രയിച്ച് അതാണ് ശ്രേഷ്ഠം എന്ന് ഗണിച്ചാൽ വന്നു ഭവിക്കാവുന്ന വീഴ്ചകൾ വളരെ വലുതായിരിക്കും. നാം എത്ര അറിവുള്ളവരായാലും ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന അഥവാ നിറച്ചിരിക്കുന്ന അറിവിൻ്റെ ഒരംശം മാത്രമേ നമ്മളിൽ നിറയുന്നുള്ളൂ. ഒരു പുരുഷായുസ് കൊണ്ട് നേടാൻ കഴിയുന്ന ജ്ഞാനം ഒരാൾ നേടിയാൽ ആ ജ്ഞാനം ജ്ഞാനലോകത്തെ ഒരു തരി മണ്ണിന് സമം മാത്രമാണ്. എന്നാൽ സൃഷ്ടികർത്താവായ ദൈവം നൽകുന്ന മഹാജ്ഞാനമുണ്ടല്ലോ, ആ ജ്ഞാനത്തിൻ്റെ പേരാണ് വിജ്ഞാനം അഥവാ പരിജ്ഞാനം. ഒരാൾ ആത്മശക്തിയാൽ പരിജ്ഞാന പൂർത്തി പ്രാപിച്ചാൽ അയാൾ മൗനനും സൗമ്യനുമായി രൂപപ്പെടും എന്നത് വേദ തത്വമാണ്. നാരദ മഹർഷി മഹാഗാനഗന്ധർവനാണെന്ന ചിന്ത പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാനത്തെ അധമ ഗാനമാക്കി രൂപാന്തരപ്പെടുത്താറുണ്ട്. ഒന്നിലും അഹങ്കരിക്കരുത്. ദൈവാനുഗ്രഹവും ദൈവിക താലന്തുകളും മഹാസമുദ്രം കണക്കെ പരന്നു കിടക്കുകയാണ്. ഒരു മനുഷ്യായുസ്സിൽ നേടാൻ കഴിയുന്നത് കേവലം ഒരു തുള്ളി മാത്രം. ഓരോ നന്മയും നമ്മിൽ നിറയുമ്പോൾ തല വണക്കിക്കൊടുക്കണം, വിനയപ്പെട്ടുകൊടുക്കണം. നമുക്ക് അതിന് കഴിയുന്നെങ്കിൽ മാത്രമേ മനുഷ്യായുസ് ധന്യപൂരിതമായി നയിക്കുവാൻ സാധിക്കൂ. നാരദനെ പോലെ പരാജയപ്പെടരുത്. നമുക്ക് വിജയിക്കാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സർവശക്തൻ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്ദി.